ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് മുമ്പേ എണീച്ചു. ആക്ച്വലി ഞാൻ ഇന്ന് 5:45 അല്ലെങ്കിൽ 6 മണിക്കാണ് എണീക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നേരത്തെ എണീച്ചത്. എൻ്റെ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മൂമ്മയുടെ പകുതി പണി അമ്മൂമ്മ ചേർത്ത് തീർത്തിരുന്നു. നോക്കിയപ്പോൾ കടയിലത്തേക്ക് വേണ്ടി പരിപ്പ് വടയ്ക്ക് അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അമ്മൂമ്മയുടെ കൂടെ അവിടെ സംസാരിച്ചങ്ങിരുന്നു. അപ്പൂപ്പൻ രാവിലെ കടയിലേക്ക് പോകും. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇത് വീഡിയോ എടുത്ത് സമയം കളഞ്ഞു. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. 6 മണിയായപ്പോൾ അമ്മൂമ്മ കടയിലേക്ക് പോകാൻ ഒരുങ്ങി. ഇനി കടയിലോട്ട് പോയിട്ട് അമ്പലത്തിലും കയറിയിട്ട് ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പോഴേക്കും ഋഷി എണീച്ചു. ഇന്നത്തെ ലഞ്ച് ചപ്പാത്തിയും സോയാ ഫ്രൈയും മതിയെന്ന് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതമ്മ ഉണ്ടാക്കി. അവൻ്റെ ഇഷ്ടമായതുകൊണ്ടാണ് ഇന്ന് പതിവില്ലാതെ അവന് അടുക്കള കയറി അമ്മയെ സഹായിക്കും. നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു. ഋഷി അപ്പോൾ കുളിച്ച് ഇറങ്ങി വന്നതേ ഉള്ളായിരുന്നു. അവനും കഴിക്കാൻ ഞാൻ എടുത്തു കൊടുത്തു. എന്നിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മയും കൂടെ വന്നു. അമ്മൂമ്മയ്ക്കും കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറി ലഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ്റെയും ലഞ്ച് ബോക്സിൽ ഞാൻ 3 വീതം ചപ്പാത്തി എടുത്ത് വെച്ചു. എന്നിട്ട് സോയാ ഫ്രൈയും വെച്ചു. അനിയൻ്റെ ലഞ്ച് ബാഗിലെടുത്ത് വെച്ചു. അതിനുശേഷം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം നിറയ്ക്കുമായിരുന്നു കുപ്പിയിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മൾ പാദവന്ദനം ചെയ്തു. ശ്രീശങ്കര സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു പുതിയ ശീലമായിരുന്നു കേട്ടോ ഇത്. എന്നും എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും മുതിർന്നവരുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. വൈകിട്ട് ഞാനും അമ്മയും ഋഷിയും കൂടെ അമ്പലത്തിലോട്ട് പോയി പ്രസാദം വാങ്ങിച്ചു കഴിച്ചു. അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം നമ്മൾ ചായ കുടിക്കാനിരുന്നു. എന്നിട്ട് സ്കൂളിൽ നടന്ന കഥകളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് രാത്രി കഴിക്കാനിരുന്നു. രാത്രി കഞ്ഞിയും കപ്പയും ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങാം. ഇത് അവൻ്റെ ഒരു കള്ള ഉറക്കമാണ്. നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. എന്നാൽ ബൈ.